പിന്നെ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകത്തില് ഇന്ന് ബിസ്മിയാണ് നിങ്ങളോടൊപ്പം. നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളില് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ആഘോഷിച്ച ഈദിനെ പറ്റിയിട്ടാണ് ഇന്നൊന്ന് ചിന്തിക്കുന്നത്. നമുക്കറിയാം, ഈദും നോമ്പുകാലവും ഏകദേശം ഒരേ സമയം കടന്നു പോകുന്ന ആ, ആ, രണ്ട് വിഭാഗങ്ങളുടെ നൊയമ്പിന്റെ കാലഘട്ടമാണ് ഈദ്. നമുക്കറിയാം, റംദാൻ മാസത്തില് നമ്മുടെ മുസ്ലിം സഹോദരങ്ങള് തങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ഒക്കെ ഒരുപോലെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് വേണ്ടിയിട്ട് തന്നെ സൃഷ്ടിച്ച അള്ളാഹുവിന് വേണ്ടി ഉം, ജീവിതം കൊടുത്ത് ആ ഒരു ശരീരത്തിന്റെയും മനസ്സിന്റെയും പൂർണ്ണമായൊരു സമർപ്പണത്തിലൂടെ ജീവിതത്തിന് വിശുദ്ധി വരുത്തുന്ന റമദാൻ മാസമാണ്. നമ്മളെ കഴിഞ്ഞ 31-ാം തീയതി രാത്രി മുതൽ പിറ്റേ ദിവസം വരെയായിരുന്നു നമ്മളുടെ ആ ഒരു ആഘോഷങ്ങള്. നമുക്കറിയാം, മുസ്ലിം സഹോദരങ്ങള് നമ്മുടെ ചന്ദ്രന്റെ ആ ഒരു ആം, എന്താ പറയാ, ചന്ദ്രൻ ഉദിക്കുന്ന ആ ദിവസങ്ങൾ അനുസരിച്ചിട്ടാണ് സാധാരണ ഈ ആഘോഷങ്ങള് അവര് ആഘോഷിക്കുന്നത്. പക്ഷെ ഈ ഒരു മാസത്തെ ആചരണം, അതിനുശേഷമുള്ള ആഘോഷങ്ങള്, അതിനുശേഷം അവർ ചെയ്യുന്ന കാര്യങ്ങള് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം ചെയ്യേണ്ട, അല്ലെങ്കിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ട ഒരു ഒരു ഉം, ഉം, ഒരു മാസക്കാലം അല്ലെങ്കിൽ ഒരു ആചരണമാണ്, ഒരു ചര്യയായിട്ടാണ് എനിക്ക് ഇവരുടെ നോമ്പുകാലം മനസ്സിലാക്കിയത്. അതുമാത്രമല്ല, ആ ഒരു സമയത്തിനോടനുബന്ധിച്ച് തന്നെയാണ് ക്രിസ്ത്യൻ സഹോദരങ്ങളും അവരുടെ ഈസ്റ്ററിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. അവിടെയും ഏകദേശം ഒരു മാസത്തിലേറെയുള്ള ഓ, ആ, ഒരു നോമ്പ് കാലഘട്ടമാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്രിസ്തു മതവിശ്വാസികളും മുസ്ലിം മതവിശ്വാസികളും ഒപ്പം തന്നെ ഹിന്ദു മതത്തിൽപ്പെട്ടവർ വളരെ വ്യത്യസ്തമായ ദിവസങ്ങളിൽ പൂർണ്ണമായ ആ, പൂർണ്ണമായ നോമ്പുകൾ എടുത്തിട്ട് പല പല പേരുകളിൽ, അതായത് പല പല ദിവസങ്ങളിൽ അവർ ചെയ്യുന്നുണ്ട്? അത് മാത്രമല്ല, ചിലപ്പോൾ നമുക്കറിയാം, ഒരു നോമ്പുകാലം രാമായണ മാസത്തിലോട്ടൊക്കെ കടക്കുമ്പോൾ വളരെ ശക്തമായ രീതിയിൽ ശരീരത്തെയും മനസ്സിനെയും സ്വതസിദ്ധമായ ചര്യയിലൂടെ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുന്ന, ബോധപൂർവമായ ഒരു ശ്രമം നടത്തുന്ന മാസങ്ങളും നമ്മൾ ഹിന്ദു മതവിശ്വാസത്തിൽ കാണുന്നുണ്ട്. മറ്റു മതവിശ്വാസങ്ങളിലോട്ട് പോവുകയാണെങ്കിൽ, ബുദ്ധിസത്തിലാണെങ്കിലും സിഖിസത്തിലാണെങ്കിലും ഭാസികളുടെ ഇടയിലും എല്ലാം നമ്മൾ കാണുന്നുണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ദിനചര്യകൾ. ജൂയിഷ് മതവിഭാഗക്കാര് അവരുടെ നോയമ്പ് കാലം വളരെ ഇപ്പോഴും വളരെ ശക്തമായ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തിനാണ് ഇതെല്ലാം ഇവിടെ ഞാൻ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളിതെല്ലാം പല മതവിഭാഗങ്ങളെ പറ്റി ചിന്തിക്കുമ്പോഴും, ഇന്നലെ ആകസ്മികമായിട്ട് ഞാനൊരു ഒരു ചലച്ചിത്രം കാണാനായിട്ട് ഇടയായി. തന്നെ ഒരു സാധാരണയായിട്ട് വെള്ളിയാഴ്ചകളിൽ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഒരുമിച്ചിരുന്നിട്ട് ഒരു ഫാമിലി മൂവി കാണുന്ന ഒരു പതിവുണ്ടായിരുന്നു. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു ആഴ്ച സ്കൂൾ ഹോളിഡേ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ കുട്ടികൾക്ക് എല്ലാവർക്കും അവരുടേതായ കുറെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ കാണും. സ്ലീപ്പ് ഓവറിന് പോകുന്നതും, അല്ലെങ്കിൽ പലരും പല പല സ്ഥലങ്ങളിലോട്ടുള്ള ഹോളിഡേ ട്രിപ്പ് പോകുന്നതൊക്കെ. അപ്പം ഇന്നലെ എന്തുകൊണ്ടോ എൻ്റെ ദിനചര്യയില് ആം, കുറെ വ്യത്യസ്തമായ ഒരു ദിവസമായിരുന്നു. വളരെ ശക്തമായിട്ടുള്ള എന്താ പറയാ, ശാരീരിക ബുദ്ധിമുട്ടുകളായിരുന്നു എനിക്ക്. ഭയങ്കര വേദനകളും വിഷമങ്ങളും ഒക്കെ ആയിരുന്നപ്പോൾ എന്തുകൊണ്ടോ കുഞ്ഞുങ്ങള് ആയിട്ട് ഒരു മൂവി കാണാനായിട്ട് സാധിച്ചില്ല. പക്ഷേ അവര് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവി ഞാനങ്ങ് കണ്ടിന്യൂ ചെയ്ത് വാച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് മൂവിയാണ്, ഒപ്പം ഒരു ടീനേജ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൂവിയാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട്. ആം, അതിന്റെ ഒരു പേര് തന്നെ എനിക്ക് വളരെയധികം കണക്ട് ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതെന്തായിരിക്കും ഇവർ ഈ മൂവിയിൽ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കണ്ടത്. അതിന്റെ ഒരു ഒരു ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ, ഡിയർ ഗോഡ്, ദിസ് ഈസ് മീ, യു ഹിയർ, അങ്ങനെയുള്ള ഒരു അർത്ഥം വരുന്നത്. അതായത്, ദൈവമേ, നീ ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ നീ എന്നെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു 12 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ മനോഗതങ്ങളും അവളുടെ ജീവിതത്തിൽ വരുന്ന കുറെ
കുറെ വിഷമങ്ങളും അന്നേ ആ സമയം അവളും അവളുടെ ദൈവവുമായിട്ടുള്ള സംഭാഷണങ്ങളുമാണ് ആ ഒരു ചിത്രത്തിൽ കാണിക്കുന്നത്. അപ്പം ആ ഒരു കുഞ്ഞിന്റെ അമ്മ ക്രിസ്ത്യനും അച്ഛൻ ജൂയിഷ് മതവിഭാഗക്കാരുമായിരുന്നു. ഒരു ജൂയിഷ് മതവിഭാഗത്തെ ഇത് വളരെ 1970-കളിൽ ആ ഒരു സമയത്ത് നടക്കുന്ന ഒരു ചിത്രമായിട്ടാണ് അവര് വച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ വളരെയധികം ശത്രുത നടന്ന് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. നമ്മളൊരു ജൂയിഷ് മതവിഭാഗത്തിൽ നിന്ന് ഒരു ക്രിസ്തീയ മതവിഭാഗത്തിലോട്ട് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ അവര് 2 മതവിഭാഗക്കാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയില്ല, ജീവിക്കുകയില്ല. അങ്ങനത്തെ കുറെ നല്ല ആഹ്, ഏഹ്, പ എന്താ പറയാ ചട്ടങ്ങൾ അല്ലെങ്കിൽ ചിട്ടകൾ അവര് നടത്തിക്കൊണ്ടിരുന്നു അല്ലേ. നല്ലതെന്ന് ഞാൻ വളരെയധികം എന്താ പറയാ അവരുടെ ആ ഒരു മനസ്സിന്റെ തലങ്ങളിലോട്ട് പോയിക്കൊണ്ട് പറഞ്ഞതാണ്. നമുക്കറിയാം അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ഏത് മതവിഭാഗത്തിലായെങ്കിലും അവിടെ സ്നേഹവും സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ നമ്മൾ ഏത് വിഭാഗത്തില് വിശ്വസിച്ചാലും അവരുടെ ചര്യകൾ അനുസരിച്ചിട്ടും കാര്യമില്ല. പക്ഷെ എന്തായാലും ഈ ഭാര്യയും ഭർത്താവും അവരുടെ സ്നേഹത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് അവര് വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാകുന്നു. പക്ഷേ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ പെട്ട അമ്മയ്ക്ക് അവരുടെ അച്ഛനെയും അമ്മയെയും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നു. കാരണം ഒരു ജൂയിഷ് മതവിഭാഗത്തിലോട്ട് പോകുന്ന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവര് ഏറ്റവും വലിയ മാരക പാപമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവര് നരകത്തിലോട്ട് ഉം, ആണ് പോകുന്നത് എന്നാണ് അവരുടെ മാതാപിതാക്കൾ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് മുതല് മാതാപിതാക്കൾ ആ മകളെ അവരുടെ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തി യാതൊരു രീതിയിലുള്ള ആം, ഒരു കോണ്ടാക്റ്റോ ഒരു രീതിയിലുള്ള ഒരു കണക്ഷൻസോ ഇല്ലാതെ മാറ്റി നിർത്തി. അതോടൊപ്പം തന്നെ ജൂയിഷ് മതവിഭാഗത്തിൽപ്പെട്ട ഭർത്താവ് അവരുടേതായിട്ടുള്ള മതവിഭാഗത്തിലുള്ള ചടങ്ങുകൾക്കോ അല്ലെങ്കിൽ വിശ്വാസങ്ങൾക്കോ പ്രാധാന്യം നൽകാതെ തന്റെ പ്രിയതമയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെക്കുകയാണ്. അപ്പൊ ഈ ഭാര്യയും ഭർത്താവും ആ, യാ- യാതൊരുവിധ വിഭാഗത്തിലും വിശ്വസിക്കാതെ മനുഷ്യന്റെ സ്വതസിദ്ധമായ ആ ഒരു സ്നേഹത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് 12 വയസ്സുള്ള ഈ ഒരു കുഞ്ഞിനെ വളർത്തുന്നത്. ഈ പെൺകുഞ്ഞ് ആകസ്മികമായിട്ട് പുതിയ ഒരു സ്ഥലത്തോട്ട് വരുമ്പോൾ അവിടെ വളരെയധികം ചലഞ്ചസ് ആണ് അവർക്ക് നേടാനായിട്ട് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം 12 വയസ്സ് എന്ന് പറയുമ്പോഴ് ഒരു പ്യൂബർട്ടിയിലോട്ട് പോകുന്ന ഒരു സമയമാണ്. അവരവിടുന്ന് ആകസ്മികമായിട്ട് അവരുടെ സാധാരണ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് മാറുന്നു. പുതിയ സ്കൂളുകള്, പുതിയ പരിസരങ്ങള്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു കുഞ്ഞിന് വന്ന കണക്ഷൻസില് അതായത് അവരുടെ കൂട്ടുകെട്ടുകളിൽ വന്ന കുറെ കുറെ നല്ല അനുഭവങ്ങളാണ് എവിടെയാണ് ദൈവം? ആരാണ് ദൈവം? എങ്ങനെയാണ് ദൈവത്തിലോട്ട് എനിക്ക് പോകാൻ പറ്റുന്നത് എന്ന് ഈ കുഞ്ഞിനെ ചിന്തിക്കാനായിട്ട് പ്രചോദിപ്പിച്ചത്. അപ്പോഴെന്താ സംഭവിച്ചതെന്ന് വെച്ചാല് നമുക്കറിയാം ഈ ഒരു പ്രായത്തില് എല്ലാ കുഞ്ഞുങ്ങളും തന്നെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഏറ്റവും ക്യൂരിയോസിറ്റി കാണുന്നത് അവരുടെ ശരീരഭാഗങ്ങളിൽ വരുന്ന വളർച്ചകളാണ്. അപ്പൊ ഈ കുഞ്ഞിന്റെ കൂട്ടുകാരെല്ലാവരും തന്നെ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങള് എങ്ങനെ വലുതാകുന്നു, എന്തൊക്കെയാണ് നമുക്ക് ക്യൂരിയസ് ആയിട്ട് മറ്റുള്ള ആൺകുട്ടികളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക, എന്തൊക്കെ സംസാരങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ പ്ലേ ബോയ് എന്ന് പറഞ്ഞ ബുക്ക് വെച്ചിട്ട് എന്തിനാണ് ആളുകളൊക്കെ എത്ര എക്സൈറ്റഡ് ആകുന്നത്, അങ്ങനെയുള്ള വളരെ ക്യൂരിയോസിറ്റി നിറഞ്ഞ കുറെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ടീനേജ് കുട്ടികളുടെ അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കുറെ ആം, നല്ല അവസരങ്ങള് എന്തൊക്കെയാണ് കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നതെന്ന് ആ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അത് വളരെ പഴയ കാലഘട്ടത്തിലെ ചിത്രത്തെയാണ് കാണിക്കുന്നതെങ്കിലും അതിപ്പോഴും ഈ 2025-ലും വളരെ പ്രധാനപ്പെട്ട കുറെ നല്ല അനുഭവങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും കഥ ഇങ്ങനെയാണ്. അതിൽ ഒരു കുഞ്ഞുണ്ട്. ആ ഒരു സ്കൂളിലെ ഒരു കുഞ്ഞ് വളരെ ശരീര ഭാഗങ്ങൾ അതായത് വളരെ വലിയ അതായത് ഒരു 12 വയസ്സുള്ള വളർച്ചയേക്കാളും കൂടുതൽ വളർച്ചയുള്ള ഒരു കുഞ്ഞ്. ആ കുട്ടിയെ എല്ലാ കുട്ടികളും കൂടെ കളിയാക്കുന്നു. ഈ ഒരു കുട്ടിക്ക് ഈ ഒരു പുതിയ സ്കൂളില് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഹൈഫൈ ആയിട്ടുള്ള കുറച്ച് പെൺകുട്ടികളുടെ ഗ്രൂപ്പിൽ ചേരുന്നു. ആ ഗ്രൂപ്പ് ഒരു സീക്രട്ട് ക്ലബ് ഉണ്ടാക്കുന്നു. സീക്രട്ട് ക്ലബിന് കുറെ സീക്രട്ട് റൂൾസ് ഉണ്ടാക്കുന്നു. ആ റൂൾസ് കണ്ടെത്താൻ വേണ്ടി അല്ലെങ്കിൽ ആ റൂൾസ് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞ് വീട്ടിലും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിന്റെ ഇടയിലാണ് കുഞ്ഞിന്റെ അമ്മൂമ്മയായിട്ട് കണ്ടുമുട്ടുന്നത്.
അവിടെയാണ് കുഞ്ഞിന് എന്താണ് ജീവിതത്തില് ദൈവത്തിനുള്ള സ്ഥാനം എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, സ്കൂളിലെ ടീച്ചറാണ് ഈ കുഞ്ഞിന്റെ ബുദ്ധിയെ അല്ലെങ്കിൽ ചോദ്യത്തെ ശരിക്കും തന്നെ ആലോചനയിലേക്ക് അല്ലെങ്കിൽ ഒരു റിസർച്ചിലോട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ആ സ്കൂളിലോട്ട് വരുമ്പോൾ 3 കാര്യങ്ങളാണ് ആ കുഞ്ഞിനോട് അവര് ചോദിക്കുന്നത്. ഒന്ന് എന്താണ് പേര്. എന്താണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്? ഐ ലവ് ടു, അത് അങ്ങനെയാണ് ചോദിക്കുന്നത്. ഐ ലവ് കഴിഞ്ഞ് അത് എഴുതണം. ഐ ഹേറ്റ്, ഞാൻ എന്താണ് ഏറ്റവും അധികം ഹേറ്റ് ചെയ്യുന്നത്? ദെൻ വാട്ട് ഐ ആം ഗോയിങ് ടു ഡു ദിസ് ഇയർ. അങ്ങനെ 3 ചോദ്യങ്ങളാണ് ഈ ഒരു അധ്യാപകൻ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ അവർ അതിനുള്ള ഉത്തരങ്ങൾ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുമ്പോൾ നമ്മുടെ ഈ നായികയായ കുഞ്ഞിന്റെ ആം, ഉത്തരത്തില് ഈ ഒരു അധ്യാപകൻ വളരെയധികം ശ്രദ്ധ പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ കുഞ്ഞിന്റെ ഒരു ഉത്തരം, ഐ ഹേറ്റ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് റിലീജിയൻ എന്നാണ്. ആ റിലീജിയനെയാണ് ആ കുഞ്ഞ് ഏറ്റവും അധികം ഹേറ്റ് ചെയ്യുന്നത് എന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ അധ്യാപകൻ വിളിച്ച് സംസാരിക്കുകയാണ്. അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഒരു റിലീജിയൻ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞ് ഹേറ്റ് ചെയ്യുന്നത്? അപ്പോഴാണ് കുഞ്ഞ് ഈ കഥ പറയുന്നത്. എനിക്കൊരു റിലീജിയനേ ഇല്ല. ഞാൻ അഡൾട്ട് ആവുമ്പോൾ എനിക്ക് തീരുമാനിക്കാമെന്നാണ് എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞിരിക്കുന്നത്. കാരണം എൻ്റെ അച്ഛനും അമ്മയും 2 വിഭാഗത്തില് പെട്ട ആൾക്കാരാണ്. പക്ഷെ ആ ഒരു സത്യം ഈ കുഞ്ഞ് അറിയുന്നത് ഈ അധ്യാപകൻ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോഴാണ്. കാരണം അതുവരെ ആ കുഞ്ഞ് അച്ഛന്റെ അമ്മയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അമ്മയുടെ മാതാപിതാക്കളെ പറ്റിയിട്ടുള്ള ഒരു സംസാരമോ ഒരു കാഴ്ചപ്പാടോ ഒന്നും തന്നെ ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. അന്ന് ആ അധ്യാപകന്റെ ചോദ്യത്തിന് ശേഷം വീട്ടിൽ വന്ന് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മയുടെ അച്ഛനും അമ്മയും എവിടെയാണ്? എന്തുകൊണ്ടാണ് എനിക്ക് അവരുമായിട്ട് സംസാരിക്കാൻ സാധിക്കാത്തത്? അപ്പോഴാണ് ആ കുഞ്ഞിന്റെ അമ്മ ഈ കഥ മുഴുവൻ അവരോട് പറയുന്നത്. ആ ഒരു കഥ കേട്ട കുഞ്ഞ് തന്റെ റിസർച്ച് പ്രോജക്റ്റ് ആയിട്ട് ദൈവത്തിനെ ആവശ്യമുണ്ടോ, എനിക്ക് ഒരു മതവിശ്വാസം ആവശ്യമുണ്ടോ എന്നൊരു റിസർച്ച് നടത്തുകയാണ് ചെയ്യുന്നത്. ആ റിസർച്ച് അവളുടെ തന്നെ ജീവിതത്തിലൂടെ പോകുന്ന അനുഭവത്തിലൂടെയാണ് അവള് കണ്ടെത്തുന്നത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്നു, അവള് സ്വന്തമായി സ്വീകരിച്ച ഈ സീക്രട്ട് ഗേൾസ് ഗ്രൂപ്പ് ആരും തന്നെ സത്യസന്ധരായിരുന്നില്ല. അവരവരുടേതായിട്ടുള്ള ഗുണങ്ങൾക്ക് വേണ്ടി അവരെ മുന്നോട്ട് വെച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള അവരെ എല്ലാവരും തന്നെ ഏറ്റവും നല്ല കുട്ടികളായി പരിഗണിക്കുന്നതിന് വേണ്ടി സ്വന്തം സീക്രട്ട് ഗ്രൂപ്പിൽ തന്നെ നുണകൾ പറയുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ആരോടും തന്നെ ഒട്ടും കമ്പാഷൻ ഇല്ലാതെയാണ് ആ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു. കുറേ നല്ല കുട്ടികൾ, നല്ലവരെന്ന് പേര് ഭാവിക്കുന്ന കുറേ കുട്ടികളുടെ യഥാർത്ഥമായ ചിത്രങ്ങൾ അവൾ കണ്ടെത്തുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവള് സംസാരിക്കുന്നത് അവൾ കാണാത്തതും കേൾക്കാത്തതും അനുഭവിക്കാത്തതുമായ ആ ഒരു ദൈവം എന്നൊരു സങ്കല്പത്തിനോടാണ്. അപ്പൊ അവള് ചോദിക്കുകയാണ്, ദൈവം നീ ഇവിടെ ഉണ്ടോ? നീ ഉണ്ടെങ്കിൽ ഇത് കേക്ക്. കാരണം എനിക്ക് ഇന്നതാണ് ഒരു പ്രശ്നം. എല്ലാവരും എന്നോട് ഇത് ഇങ്ങനെ ചോദിക്കുന്നു. എനിക്ക് ഇതിന്റെ ഉത്തരം എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് ഒരു മതമില്ല, എനിക്കൊരു വിശ്വാസമില്ല. പക്ഷെ നീ അവിടെ ഉണ്ടെങ്കിൽ, നീ അവിടെ എല്ലാവരും നമുക്കറിയാലോ, നമ്മൾ ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ നോക്കുന്നത് മുകളിലോട്ടാണ്, ആകാശത്തിലാണ് ദൈവം ഇരിക്കുന്നത്. അപ്പം അവള് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഞാൻ ക്രിസ്ത്യനോ പാസിയോ ജൂതനോ ആരുമല്ല, എനിക്ക് ദൈവം ആരാണെന്ന് അറിയത്തില്ല. പക്ഷെ നീ അവിടെ ഉണ്ടെങ്കിൽ നീ ഈ പറയുന്നതിന് എനിക്ക് ഉത്തരം പറയണം. അങ്ങനെ 1 വർഷത്തോളം അവള് റിസർച്ച് ചെയ്യുമ്പോൾ ഇവൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഒന്നിനും തന്നെ ഉത്തരം വരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടോ അവളുടെ മാതാപിതാക്കളുടെ ഗ്രാൻഡ് പാരൻസ് ഒരുമിച്ച് കൂടുന്നു. അവര് തമ്മില് പല രീതിയിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകുന്നു. ക്രിസ്തീയ മതത്തിലുള്ള മാതാപിതാക്കള് ഈ കുഞ്ഞിനെ ക്രിസ്ത്യനാക്കാനായിട്ട് വളരെയധികം ശണ്ട കൂടുന്നു. പക്ഷെ ജൂയിഷ് മതവിഭാഗത്തിലെ മാതാവ് അവളെ ജൂയിഷ് ആക്കി വളർത്താനായിട്ട് അടികൂടുന്നു. അങ്ങനെ വളരെയധികം സ്ഥലങ്ങളിൽ അടിയും ബഹളങ്ങളും ഒക്കെ വരുമ്പോൾ ഇവളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഇവളെ ടച്ച് ചെയ്ത ഒരു കാര്യം, ഇവളുടെ ക്ലാസ്സിൽ എല്ലാവരും കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി പല സമയത്തും ഒരു ചർച്ചിനുള്ളിലോട്ട് കയറിപ്പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരുന്നു. അപ്പം എന്താണ് എന്ന് ആ കുഞ്ഞിന് മനസ്സിലാകുന്നില്ല. അപ്പം ഈ ഒരു കുട്ടിയെ പിന്നാലെ ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ കുഞ്ഞ് കാണുന്നത് ഈ കൊച്ചു പോകുന്നത് ഒരു കുമ്പസാര കൂട്ടിലോട്ടാണ്. അവിടെ കരഞ്ഞ് അതിനുള്ളിലോട്ട് പോകുന്നു. പക്ഷെ തിരിച്ച് സന്തോഷം നിറഞ്ഞ മുഖത്തോടുകൂടെ തിരിച്ചു വരുന്നു.
അപ്പോൾ ഈ നമ്മുടെ നായികയായ കുഞ്ഞും അങ്ങനെ ആ ഒരു കുമ്പസാര കൂട്ടിനുള്ളിലോട്ട് പോകുന്നു. അവൾ അവിടെ ഇരുന്ന് കരയാണ്. അവൾക്ക് അതെന്താണ് ചെയ്യേണ്ടത്, എവിടെ എന്താണ് സംഭവിക്കുന്നതെന്നും അറിയുന്നില്ല. ആ സമയത്ത് അതിന്റെ മറുഭാഗത്തു നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. ഉം, ഡിയർ ഡോട്ടർ, വാട്ട് ഡു യു വാണ്ട് ടു ഷെയർ വിത്ത് മീ? സോ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ അവള് അന്താളിച്ചു പോവുകയാണ്. കാരണം അവൾക്ക് ഇത് എന്താണ് സംഭവം എന്ന് പോലും അറിയത്തില്ല. അപ്പൊ അവള് ആ ഒരു സമയത്ത് അത് ഗോഡാണ് എന്നുള്ളൊരു ഇതില് ഇവളാരെയും കാണുന്നില്ല. അവിടെ ഇരുന്ന് കുനിഞ്ഞിരുന്ന് കരയുകയാണ്. അപ്പൊ അവള് പറയാണ്, ഞാൻ കുറെ തെറ്റുകൾ ചെയ്തു. ഐ എം സോറി, ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഐ വാസ് ഡൂയിങ് ഓൾ ദീസ് മിസ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടി ഇറങ്ങുന്നു. പക്ഷെ ഓടി ഇറങ്ങുമ്പോൾ അവൾക്ക് ഫീൽ ചെയ്യുവാണ്, എനിക്ക് എന്തോ മനസ്സിനുള്ളിൽ ഒരു സമാധാനം ആം, ലഭിക്കുന്നുണ്ട് എന്ന്. അങ്ങനെ അവൾ അതിനുശേഷം പല മതവിഭാഗങ്ങളിലും പോയി എന്താണ് ദൈവം എന്ന് അവർ കണ്ടെത്തുന്നു. ജൂയിഷ് മതവിഭാഗത്തിലെ പ്രാർത്ഥനകളിൽ പോകുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ക്രിസ്ത്യൻ ചർച്ചുകളിൽ പോകുന്നു. മറ്റു ഫ്രണ്ട്സിന്റെ പല രീതിയിലുള്ള മതവിഭാഗങ്ങളിൽ പോയി എന്താണ് അവരവിടെ ചെയ്യുന്നത് എന്ന് കാണുകയാണ്. പക്ഷെ അവളുടെ ദൈവത്തോട്, അല്ലെങ്കിൽ അവളുടെ മനോഗതത്തിൽ അവൾ പറയുകയാണ്, ഞാൻ ഈ അമ്പലങ്ങളിലും അല്ലെങ്കിൽ പള്ളികളിലും ഒക്കെ പോയിട്ടും എനിക്ക് നിന്നെ അവിടെ കാണാനായിട്ട് കഴിഞ്ഞില്ല. എല്ലാവരും വളരെ ശക്തമായി ബഹളം ഉണ്ടാക്കുന്നു, പാട്ടുകൾ പാടുന്നു, അല്ലെങ്കിൽ ഡാൻസുകൾ കളിക്കുന്നു, കുറെ സെർമൻസ് കേൾക്കുന്നു. പക്ഷെ എനിക്ക് നിന്നെ അവിടെ കാണാനായിട്ട് പറ്റിയില്ല. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ അന്ന് ആ ഒരു കൺഫെഷനിൽ എനിക്ക് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു മാനസികമായിട്ടുള്ള ഒരു പോസിറ്റീവ്നെസ് വേറെ ഒരിടത്തും എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്, എൻ്റെ റിസർച്ച് ഞാൻ ഇവിടെ പൂർത്തിയാക്കുകയാണ്. ഞാൻ ഒരു റിലീജിയനിലും വിശ്വസിക്കുന്നില്ല. ഞാൻ ഈ പറയുന്ന ദൈവം അവിടെ ഉണ്ട് എന്ന് പറയുന്ന ഈ ഒരു മതവിഭാഗത്തിൽ ഒന്നിലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ഞാൻ മാത്രമാണ്. ഞാനാണ് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും കണ്ടെത്തുന്നത്. അതുകൊണ്ട് എനിക്ക് മതങ്ങളിൽ വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. എനിക്ക് എന്നിൽ തന്നെയുള്ള ഒരു വിശ്വാസമാണ് ആദ്യമായിട്ട് നേടിയെടുക്കേണ്ടത് എന്ന് ആ ഒരു റിസർച്ച് അവസാനിപ്പിക്കുകയാണ്. പക്ഷെ അത് അവസാനിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള 1-2 ദിവസങ്ങളിലാണ് വളരെ ശക്തമായിട്ട് ആ ഒരു ഉം, ഒരു കഥ നമ്മളെ പറയുന്നത്. ഈ ഒരു കുഞ്ഞ് എപ്പോഴും എല്ലാ കുട്ടികളും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു കുട്ടി, വളരെ വളർച്ച കൂടിയ ഒരു കുട്ടിയുടെ അടുത്തോട്ട് ഇവള് ചെല്ലുന്നു. അവര് ഫ്രണ്ട്സ് ആകുന്നു. അവള് സോറി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഡാൻസ് കളിക്കാം, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യാം. അങ്ങനെ ആ ഒരു സ്കൂളിലെ ലെവലില് ഈ ഒരു കുഞ്ഞ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് മറ്റുള്ളവരെ നിഷേധിച്ച് കളഞ്ഞ ആ കുഞ്ഞിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവര് രണ്ടുപേരും ഒരുമിച്ച് ആ ഒരു എൻഡ് ഓഫ് ഇയർ പാർട്ടിയില് ഡാൻസ് ചെയ്യുമ്പോഴ് ബാക്കിയുള്ള കുട്ടികൾ ഓരോരുത്തരായിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെ സ്കൂളിലെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ആ ഒരു കണക്ഷനിൽ ആ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലെത്തുന്നു. അത് കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു. നമുക്കറിയാം, ഈ ഒരു 12, 13 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഒരു വിഷമം, എനിക്കത് ഇപ്പോഴാണ് അത് മനസ്സിലാവുന്നത്. ഞാൻ ചെറിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നപ്പോഴും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അതൊരു വലിയൊരു സംഭവമായിരുന്നു എന്ന്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ ഒരു പ്രായത്തിലെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ അലട്ടുന്ന ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്ന, ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും പ്യൂബർട്ടി ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രം ആ ഒരു സംഭവം എത്തിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് മാത്രം ആ പീരീഡ്സ് വന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്തോ ഒരു നിഷിദ്ധമായ ഒരു വ്യക്തിയാണ് എന്നാണ് ആ കുഞ്ഞുങ്ങളെ കാണുന്നത്, എന്നാണ് ഈ സിനിമയിൽ കാണിക്കുന്നത് തന്നെ. അപ്പൊ അവൾ ഇതിനു വേണ്ടി ദൈവത്തിനോട് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. നീ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് പ്യൂബർട്ടി എനിക്ക് തന്നാലേ എനിക്ക് ഇവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ കുറേ പ്രാവശ്യം ആ ഒരു ഇതിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയങ്ങളിൽ ഒന്നും അവൾക്ക് അതിനൊരു ആൻസർ കിട്ടുന്നില്ല. പക്ഷെ അവസാനം അവളിതെല്ലാം അവസാനിപ്പിച്ച് ഈ ഒരു കുഞ്ഞിനെ ആ ക്ലാസ്സിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടില് വരുന്ന സമയമാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവളും ഒരു സ്ത്രീയായി മാറിയിരിക്കുന്നു എന്ന്. അങ്ങനെ ആ ഒരു ദിവസങ്ങളിൽ തന്നെ അവൾക്ക് കണക്ഷൻസ്, അവളുടെ അച്ഛനും അമ്മയും അവളോട് വീണ്ടും റീയുണൈറ്റഡ് ആവുന്നു. അപ്പം ഇത്രയും നാൾ ഈ ഒരു വർഷം അവള് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അവൾ കണക്ട് ചെയ്ത അവളുടെ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു ദിവസം കൊണ്ട് സാധിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. അന്നേരം അവള് വീണ്ടും ആ ദൈവത്തോട് ചോദിക്കുകയാണ്, നീ അവിടെ ഉണ്ടോ? അതോ ഇതൊക്കെ ഞാൻ തന്നെയായിട്ടാണോ ചെയ്തത്? എന്തായാലും നീ ഇതൊക്കെ എനിക്ക് തന്നതുകൊണ്ട് ഞാൻ നിന്നോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും.
ഇപ്പൊ ഒരു 12 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ മതത്തെ പറ്റിയിട്ടുള്ള ഒരു ആവിഷ്കരണമായിരുന്നു അവിടെ വളരെ സ്വതസിദ്ധമായിട്ട് ആ ഒരു ചിത്രത്തിൽ കണ്ടത്. പക്ഷെ ഇതെന്തിനാണ് ഞാൻ ഈദും നോയമ്പും ഒക്കെ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാല്, നമ്മൾ ഒരു പക്ഷേ നമ്മളുടെ കുഞ്ഞുങ്ങളെയും നമ്മളെ തന്നെയും ഇത്തരം നോമ്പും ആചാരങ്ങളും എല്ലാം നമ്മള് വളരെ കാലമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജനറേഷനുകളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടുവരുന്ന ഒരു ട്രഡീഷൻ ആയിട്ട് മാത്രം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഗുണം കിട്ടുമോ എന്ന് തോന്നുന്നില്ല. കാരണം നമുക്കറിയാം, ഇപ്പൊ പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണൽ ആയിട്ട് പറയാൻ പറ്റുന്നത് നോമ്പ് കാലത്തെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, ഇത് ഉം, ആഷ് വെനസ്ഡേ തൊട്ട് നമ്മൾ നോയമ്പെടുക്കും. ചിലവര് ഇറച്ചി മീനും മാറ്റിവെക്കും, ചിലവർക്ക് സ്വീറ്റ്സ് ആണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് മാറ്റിവെക്കും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാര്യം മാറ്റിവെക്കുക, അല്ലെങ്കിൽ അത് ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. അത് കഴിഞ്ഞ് കുരിശിന്റെ വഴിക്ക് പോകുന്നു, പള്ളിയിൽ പോകുന്നു, കുമ്പസാരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഒരു ചടങ്ങ് പോലെ ചെയ്യുന്നത് കൊണ്ട് കാര്യമുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ റമദാൻ മാസത്തില് അവരുടെ വളരെ ശക്തമായിട്ടുള്ള നോമ്പാണ് അവർ ചെയ്യുന്നത്. അതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഒരു ട്രഡീഷൻ പോലെ മാത്രം ചെയ്തത് കൊണ്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം ഞാനും എൻ്റെ സൃഷ്ടാവും തമ്മിലുള്ള ഒരു കണക്ഷൻ, ഒരു കണക്ഷനിൽ എന്നെ ക്ലാരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ലൈഫിനെ, എൻ്റെ ജീവിതത്തെ, ശരീരത്തെ, മനസ്സിനെയൊക്കെ പുതിയതാക്കി മാറ്റാനായിട്ടാണ് ഞാൻ ഈ ഒരു ഉം, ശക്തമായ തീരുമാനങ്ങൾ എടുത്ത്, ഞാൻ എൻ്റെ തീരുമാനം കൊണ്ട് എൻ്റെ ശരീരത്തെയും മനസ്സിനെയും കൺട്രോൾ ചെയ്ത് ഈ ദിവസങ്ങള് ഒരു പുതിയ വ്യക്തിയായി മാറുന്നതിന് വേണ്ടിയിട്ട് നാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത്തരം ട്രഡീഷൻസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈസ്റ്ററും ഈദും ഒക്കെ ആഘോഷിക്കുമ്പോൾ അതൊരു ട്രഡീഷന്റെ ഭാഗം മാത്രമായി മാറാതെ അതിന്റെ പിറകില് നമ്മൾ ചെയ്യുന്ന എന്തുകൊണ്ട് അത് ആചരിക്കുന്നു എന്നുള്ളതിന് വളരെ ശക്തമായ കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് അത് നമ്മളെ തന്നെ, നമ്മുടെ ശരീരത്തെ മുഴുവനും തന്നെ ശുദ്ധി ചെയ്യുന്നു. നമ്മുടെ ചിന്തകളും പ്രാർത്ഥനകളും അതോടൊപ്പം ദാനധർമ്മങ്ങളും വഴി നമ്മുടെ ബുദ്ധിയെ നമ്മൾ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ, എനിക്ക് എന്നുള്ള ചിന്ത മാറ്റി നമുക്ക് എന്നുള്ള ചിന്തയിലോട്ടും മറ്റുള്ളവരിലോട്ട് നമുക്കുള്ളത് പങ്കുവെക്കാനുള്ള ഒരു മനോഭാവം നമ്മുടെ ബുദ്ധിക്ക് കൊടുക്കുക കൂടിയാണ് ചെയ്യുന്നത്. വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്രയും ദിവസങ്ങൾ ചെയ്യുന്നത്. നമുക്കറിയാം, ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു കാര്യം നമ്മൾ 21 ദിവസം ചെയ്യുമ്പോൾ അത് ബ്രെയിനിൽ അതൊരു ബിഹേവിയർ ആയിട്ട്, ഒരു സ്വഭാവമായിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മളിത് ഈ മാസങ്ങള് നീണ്ട ഈ നോമ്പ് കാലങ്ങള് നമ്മുടെ ബുദ്ധിയെ മാറ്റാൻ, അതായത് അൺലേണിംഗ് ദ ബ്രെയിനിനും കൂടിയിട്ടാണ് നമ്മൾ ഈ നോയമ്പ് ചെയ്യുന്നത്. ഇതിന്റെ പിറകില് ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞ കുറെ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളിതൊന്നും അറിയാതെ നമ്മൾ നോയമ്പ് തുടങ്ങുന്നു, നോയമ്പ് ചെയ്യുന്നു, ഈസ്റ്ററിന് വേണ്ടി ലുക്ക് ഫോർവേഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈദിന് വേണ്ടി ലുക്ക് ഫോർവേഡ് ചെയ്യുന്നൊന്നും മാത്രമല്ല. നമുക്കറിയാം, നമ്മൾ മുസ്ലിം സഹോദരങ്ങൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ അവർ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അവരതൊരു മസ്റ്റ് ടു ഡു ആക്ടിവിറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ക്രിസ്തു മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഈ ഒരു സമയങ്ങളിൽ, ഇപ്പൊ നമ്മൾ കാത്തലിക് ആണെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് പ്രൊജക്ട് കമ്പാഷൻ ബോക്സ്, നമ്മള് ഇപ്പൊ ഉപവാസം എടുക്കുമ്പോഴും അല്ലെങ്കിൽ നോയമ്പ് എടുക്കുമ്പോഴും ഉണ്ടാകുന്ന ആ ഒരു മോണിറ്ററി ബെനിഫിറ്റ്, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പൈസ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യും. നമ്മളത് ഇതുപോലെ ഓരോന്നും ഇതൊരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, എനിക്ക് എൻ്റെ ശരീരത്തെ തന്നെ കൺട്രോൾ ചെയ്യണമെങ്കിലേ ഞാനൊരു പുതിയ വ്യക്തിയായിട്ട് മാറുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രെയിനിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, ഇതല്ല എൻ്റെ ദിനചര്യ, ഞാൻ അതെൻ്റെ ചിന്താഗതികൾ മാറ്റേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, നമ്മൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സമയവും നമ്മുടെ കഴിവും നമ്മുടെ സമ്പത്തും വിനിയോഗിക്കുകയാണ്. അങ്ങനെ വളരെ വളരെ വ്യക്തമായ കാരണങ്ങളുണ്ട് നമ്മൾ നോയമ്പെടുക്കുന്നതിന്റെ പിറകില്. അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അതോ ഇത് വെറും ആചാരമായി മാത്രം മാറുന്നുണ്ടോ എന്നുള്ള ചിന്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന വളരെയധികം ആളുകളോടൊപ്പം തന്നെ നോയമ്പ് ചട്ടങ്ങളും നോക്കുന്നതിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഈ ഉം, ഒരു ചിന്ത ഇന്നലെ എൻ്റെ മനസ്സിലോട്ട് വന്നപ്പോഴും ഞാനും ആലോചിച്ചു പോയിരുന്നു. ഇതൊക്കെ ആം, വെറും ഒരു ചിട്ടയായ, അല്ലെങ്കിൽ വെറും ഒരു ചടങ്ങായിട്ട് തന്നെയാണോ ഞാൻ ചെയ്യുന്നത്? പക്ഷേ എൻ്റെ ചിന്തകള്, എൻ്റെ ഭാവങ്ങള്, അല്ലെങ്കിൽ എൻ്റെ ജീവിതചര്യകള് ഒരു
മാറ്റത്തിന് വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു അമ്മ എന്ന നിലയില്, അല്ലെങ്കിൽ ഉം, ഒരു വ്യക്തി എന്ന നിലയില്, അതോടൊപ്പം തന്നെ ഒരു സമൂഹത്തില് ജീവിക്കുന്ന ഒരു സാമൂഹ്യ ജീവി എന്ന നിലയില് ഞാൻ ഇത്തരം മാറ്റങ്ങള് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ചിട്ടപ്പെടുത്തുന്നുണ്ടോ? ഒരു സംശയമാണ്. അത് ഇനിയും സമയം വൈകിയിട്ടില്ല. നിങ്ങള് ഈദ് ആഘോഷിച്ചു കഴിഞ്ഞ നല്ല വ്യക്തികളാണെങ്കില് സമയം ഇനിയും അതിക്രമിച്ചിട്ടില്ല. കാരണം ഓരോ ദിവസവും പുതിയതാണ്. നിങ്ങള് ക്രിസ്ത്യാനികളാണെങ്കില് ഇനിയും നിങ്ങൾക്ക് ആഴ്ചകൾ ബാക്കിയുണ്ട്. നിങ്ങള് ഹിന്ദുമത വിശ്വാസികളാണെങ്കില് നമുക്കറിയാം, വിഷു, പുതിയ വർഷം വരികയാണ് ഏപ്രിൽ 14-ാം തീയതി. ഏതു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും എന്നും ദിവസം എന്ന് തുടങ്ങുന്നത് ഒരു പുതിയ പ്രകാശത്തിലൂടെയാണ്, ഒരു പുതിയ സൂര്യോദയത്തിലൂടെയാണ്. അതുകൊണ്ട് നാം ചെയ്യേണ്ടത്, ഇന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ എൻ്റെ സ്വതസിദ്ധമായ ആഗ്രഹത്തിലൂടെ ഇത്തരം മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനായിട്ട് ശ്രമിച്ചില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇതാണ് നമ്മുടെ സമയം. ഈ ദിവസമാണ് നമ്മുടെ ദിവസം. ഈ നിമിഷമാണ് നാം തുടങ്ങേണ്ടത്. നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും ഒരു പ്രത്യേകമായ ഒരു ശുദ്ധിയോടുകൂടി ആയിരിക്കണം ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിന് എപ്പോഴും ഒരു പർപ്പസ്, അല്ലെങ്കിൽ ഒരു വിധി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ വിധിയെ നമ്മുടെ ചട്ടങ്ങൾ വഴിയാണ് അത് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു വിജയമാക്കിയിട്ട് മാറ്റാനായിട്ട് സാധിക്കുക. അപ്പോൾ പലപ്പോഴും പലരും പറയും, ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇതെന്റെ വിധിയാണ് എന്ന്. പക്ഷേ അതൊരു വിജയമാക്കി നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല പകിട്ടാർന്ന ഒരു ഭാഗമാക്കി മാറ്റണമെങ്കിൽ ദിനചര്യകൾ കൂടിയേ തീരും. അതിന് നോമ്പുകാലം വേണമെന്ന് നിർബന്ധമില്ല. കാരണം നിങ്ങളുടെ ജീവിതം, ഈ ലോകത്തിലുള്ള ജീവിതം ഒരു നോമ്പുകാലമാണ്. കൂടുതൽ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലോട്ടും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുന്ന ഒരു നല്ല നോമ്പുകാലം. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യൻ മതവിഭാഗക്കാര് 2025 ഇതൊരു ജൂബിലി വർഷമായിട്ട് ആഘോഷിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നും ഈ ഒരു ആഴ്ച രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള, അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജൂബിലി ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ടാഗ് ലൈൻ ആയിട്ട് എടുത്തിരിക്കുന്നത് പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് എന്നാണ്. അപ്പം ആ ഒരു പ്രതീക്ഷയുടെ യാത്രക്കാരാകുമ്പോൾ ആ ഒരു പ്രതീക്ഷ ഒരിടത്തും മങ്ങുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രതീക്ഷ മങ്ങാതിരിക്കട്ടെ. ഓരോ ദിവസവും പുതിയ ദിവസമായി, പുതിയ സൂര്യോദയങ്ങളായി, പുതിയ തീരുമാനങ്ങളായി നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് ചുറ്റുമുള്ളവരിലും നന്മ മാത്രം കണ്ടുകൊണ്ട്, നന്മ മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു ചെറിയ മെഴുകുതിരി നാളമായിട്ട് നമുക്ക് പ്രകാശിക്കാം. വളരെ കുറച്ച് ദിവസങ്ങൾ, വർഷങ്ങൾ മാത്രമാണ് ഈ മനോഹരമായ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനാവുകയുള്ളൂ. അതൊരു സത്യമാണ്. ഒരിക്കൽ ജനിച്ചവർ ഒരിക്കൽ മരിക്കും. പക്ഷെ അതിന് ഇടയിലുള്ള ആ മനോഹരമായ സമയം, നമ്മൾ ശ്വസിക്കുന്ന ആ ഒരു സമയം മറ്റുള്ളവർക്കും നന്മ നൽകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് ബിസ്മി പാലാട്ടി, മലയാള ജാലകം, നിങ്ങളുടെ സ്വന്തം ശബ്ദം 98.9 FM.